ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പ്രപ്പോഷൻ അനുപാതം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 232 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞു തരട്ടെ. ആ കാര്യം അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് പ്രപ്പോഷനുള്ള സംഭവം നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ പഠിച്ചത് y = kx എന്നുള്ള സംഭവമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് ഇവിടെ എന്താണ്, y ചേഞ്ചസ് പ്രപ്പോഷണലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അത് y മാറുന്നത് എക്സിന് ആനുപാതികമായിട്ടാണ്. അതല്ലേ നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ പറയും ഡയറക്റ്റ് പ്രപ്പോഷൻ എന്ന് പറയും. ഇനി ഒരാളും കൂടി ഉണ്ട് പറയാൻ. ഏതാണ്? ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ വിപരീത അനുപാതം. ഡയറക്റ്റ് പറ നേരനുപാതം. നേരനുപാതം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് ഇപ്പൊ പഠിക്കേണ്ട ആരാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോഷൻ അല്ലെങ്കിൽ വിപരീത അനുപാതം. ജസ്റ്റ് 2-3 എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്താണ് രണ്ടും തമ്മിൽ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഞാനിതാ ഇവിടെ ഡയറക്റ്റ് പ്രപ്പോഷൻ അല്ലെങ്കിൽ നേരനുപാതം, ഇൻവേഴ്സ്ലി പ്രപ്പോഷൻ, വിപരീത അനുപാതം കൊണ്ട് 2 കോളം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് വെച്ചിട്ട് തുടങ്ങാം? നമുക്ക് ഫുഡ് വെച്ചിട്ടാണ് തുടങ്ങാം. അപ്പോൾ ഫുഡ് ഇഷ്ടമില്ലാത്തവരെല്ലാം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 5 പേരാണ് ഉള്ളതെന്ന് വിചാരിക്കാം. 5 പേർക്ക് ഫുഡ് ഉണ്ടാക്കാനാണ്. 5 പേർക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എത്ര ടൈം വരെ? ഏകദേശം ഒരു 5 പേർക്ക് ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ അരമണിക്കൂറാണ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. ഒരു ഇത്ര പോകുന്ന പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അത് 5 പേർക്ക് ഇത്ര ഇതിൽ കൊള്ളുന്നു വിചാരിച്ചോ. ഇനി ഒരു കല്യാണമാണ്. കല്യാണത്തിന് 1000 പേര് പങ്കെടുക്കുന്ന കല്യാണമാണെന്ന് വിചാരിക്കാം. അപ്പം എത്രയാണ്? 1000 പേര് പങ്കെടുക്കേണ്ടത്. ഈ 1000 പേർക്ക് ഇത്ര ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കി പറ്റുമോ? ഇല്ല. വലിയ ചെമ്പിൽ, വലിയ പാത്രത്തിൽ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ വലിയ ചെമ്പാണെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കാൻ കൊള്ളില്ല. അത്ര വലിയ ചെമ്പിലാണ് ഉണ്ടാക്കുക. അതുപോലെ അരമണിക്കൂർ ഉണ്ടാക്കിയാൽ കഴിയോ? ഇല്ല. അവർ നേരത്തെ പുലർച്ചയ്ക്ക് പണി തുടങ്ങും അല്ലേ. അപ്പോൾ ഒരു 5 hours ടൈം എടുക്കുമെന്ന് വിചാരിച്ചോ. 1000 പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ 5 മണിക്കൂർ എടുക്കും. ഓക്കെ, ഈ 2 കാര്യം നേരെ ശ്രദ്ധിക്കുക. എന്നിട്ട് നോക്ക്, ഇവിടെ നോക്ക്, 5 ആണോ വലുത്, 1000 ആണോ വലുത്? 1000 ആണ് വലുത് അല്ലേ. കുറേ. അപ്പം വലുത് എന്നുള്ളത് ഞാനിതാ ഇങ്ങനെ മുകളിലേക്ക് ആരോ കാണിച്ചു കേട്ടോ. ചെറുത് എന്നുള്ളത് ഞാനിതാ ഇങ്ങനെ താഴേക്കും ആരോ കാണിച്ചു. ഇനി അരയാണ് ഹാഫൻ, അതായത് അരമണിക്കൂറാണോ 5 മണിക്കൂറാണോ വലുത്? 5 ആണ് വലുത് അല്ലേ. അപ്പോൾ ഞാൻ വലുതിന് ഇതാ ഇങ്ങനെ കാണിച്ചു, ചെറുതിന് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താ? ഇവിടെ ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ടൈമും കുറഞ്ഞു, ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ടൈമും കൂടി. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടി, ഒന്ന് കുറഞ്ഞപ്പോൾ മറ്റേത് കുറഞ്ഞു. അങ്ങനെയല്ലേ ഇത്. ഇങ്ങനെയുള്ളത് നമ്മൾ പറയും ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്നാണ് പറയും. അതായത് സെയിം പോലെ കുറയുകയാണെങ്കിൽ രണ്ടും കുറയും, കൂടുകയാണെങ്കിൽ രണ്ടും കൂടും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇനി നിങ്ങളുടെ ക്ലാസ് റൂം വിചാരിക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ ആകെ 10 കുട്ടികളെ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ആകെ കുറച്ച് കുട്ടികളുടെ ഒരു ക്ലാസ് റൂമാണെന്ന് വിചാരിച്ചോ. 10 കുട്ടികളുണ്ട്. അപ്പോൾ ക്ലാസ്സിലൊരു 5 ബെഞ്ചുണ്ട് വിചാരിച്ചോ. ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ 5 ബെഞ്ചുണ്ട്. അപ്പോൾ 5 ബെഞ്ചിൽ 10 കുട്ടികൾ എന്താണ്? ഓരോ ബെഞ്ചിലും 2 കുട്ടികൾ വെച്ചിട്ട് ഇരുന്നു. ഓരോ ബെഞ്ചിലും 2 കുട്ടികൾ വെച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ നല്ല സ്പേസ് നല്ല ഉണ്ട് അല്ലേ ഓരോരുത്തർക്ക്. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ 10 കുട്ടികളാണ്. അപ്പുറത്തെ ഇപ്പുറത്തെ ക്ലാസ് കുട്ടികളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചോ. എന്തൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ഇപ്പുറത്തെയും നിങ്ങളുടെ ക്ലാസ് എ ആണെങ്കിൽ ബിയും സിത്തെ ഡിവിഷനത്തൊക്കെ കുട്ടികളെ നിങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളായി എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ബെഞ്ചോട് കൂടുന്നില്ല. ബെഞ്ചുകൾ ഇതേപോലെ 5 ബെഞ്ച് തന്നെയാണ്. 1 2 3 4 5 ഈ 5 ബെഞ്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഓരോ ബെഞ്ചിലും എത്ര കുട്ടികൾ ഇരിക്കണം? 10 കുട്ടികൾ വെച്ചിട്ട് ഓരോ ബെഞ്ചിൽ ഇരുന്നാലേ 50 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇനി നമുക്ക് നോക്കാം. നമ്മളിവിടെ 10 ആണോ 50 ആണോ വലുത്? വലുത് 50 ആണ്. അപ്പോൾ 50 നമ്മൾ ഇങ്ങനെ മുകളിലേക്കുള്ള സൈൻ ആരോ ഇട്ടു. 10 ചെറുതാണ്. ഇനി എവിടെയാണ് സ്പേസ് കൂടുതൽ? സ്പേസ് നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളിതാ ഇങ്ങനെ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് വളരെ കുറവാണ്. അപ്പം നോക്ക്, ഇവിടെ നോക്ക്, ഒന്ന് കുറഞ്ഞപ്പോൾ ഇത് കൂടി, ഇത് കൂടിയപ്പോൾ ഇത് കുറഞ്ഞു. ഇവിടെ പോലെ അല്ലല്ലോ. നോക്ക്, ഇവിടെ രണ്ടും സെയിം പോലെ. കുറയുകയാണെങ്കിൽ രണ്ടും കുറഞ്ഞു, കൂടാണെങ്കിൽ രണ്ടും കൂടി. പക്ഷെ ഇവിടെ എന്താണ്? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുക. അത് നമ്മൾ പറയും വിപരീത അനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറയും. ചെറിയൊരു എക്സാമ്പിളോട് പറഞ്ഞു തരട്ടെ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ യൂസ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമ്മൾ കറണ്ട് യൂസ് ചെയ്യണത് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാൻ വെച്ചിട്ടല്ലേ നമുക്ക് ബില്ല് വരിക. നമുക്ക് കറണ്ട് ബില്ല് വരില്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നിറയെ ഫാനും ലൈറ്റും എ സിയും എന്തെല്ലാം വീട്ടിലുണ്ടാവും. നല്ല വെക്കേഷനാണ്, നല്ല ചൂടുകാലമാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഫാനൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ നല്ല മോർ യൂസേജ് ആണ് കേട്ടോ. നല്ല മോർ യൂസേജ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എന്തായിരിക്കും? നമുക്ക് വലിയൊരു ബില്ല് വരും അല്ലേ. ഭയങ്കര വലിയൊരു നമ്പർ ബില്ല് വരും. അപ്പോൾ നമുക്ക് ബില്ല് എന്താണ്? ഹൈ ആയിട്ട് വരും, നല്ല കൂടുതലായിട്ട് വരും.
എന്നാൽ വെക്കേഷൻ നല്ല സ്കൂൾ ടൈം നല്ല തണുപ്പുള്ള ടൈമാണെന്നൊക്കെ വിചാരിച്ചോ. അപ്പോൾ എന്താണ് ഇവിടെ ലെസ് യൂസേജ് ആകുമ്പോൾ, അതായത് നിങ്ങൾ അധികം യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾ എന്താണ് ബില്ല് ചെറിയൊരു ബില്ലാണ് വരിക, അല്ല പൈസ വളരെ കുറഞ്ഞിട്ടാണ് വരിക. ഇനി ഇവർ രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ ഇവിടെ നോക്ക്, കൂടുതലാവുമ്പോൾ മോർ യൂസേജ് ആവണം, ഇവിടെ ലെസ് യൂസേജ് ആണ്. മോറാകുമ്പോൾ ഇവിടെ ഹൈ ആണ്, ഇവിടെ കുറയുമ്പോൾ ഇവിടെ ലോ ആണ്. അപ്പോൾ രണ്ട് നോക്ക് കൂടാൻ രണ്ടും ഒരുമിച്ച് കൂടി, കുറയാണ് രണ്ടും ഒരുമിച്ച് കുറഞ്ഞു. മനസ്സിലായോ? ഇനി നമുക്ക് ഇൻവേഴ്സിലേക്ക് പറയുകയാണെങ്കിൽ ഓണക്കാലം എന്ന് വിചാരിക്കാം. ഓണത്തിന് നിങ്ങൾ പൂക്കളിടില്ലേ? പൂക്കളിടുമ്പോൾ നല്ല അടിപൊളി ഇങ്ങനെ പൂക്കളിടാണ്. ഈ പൂക്കളിടാൻ നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പേരുള്ളതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം നേരത്തെ 10 നിങ്ങളുടെ ക്ലാസ്സിൽ 15 കുട്ടികൾ പൂക്കളിടാനേ. നിങ്ങളുടെ ക്ലാസ്സിൽ 15 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് പൂക്കളിടാൻ എത്ര സമയം എടുത്തെന്ന് അറിയോ? ഒരു 15 കുട്ടികൾക്ക് എടുക്കാൻ ഒരു 2 hours ടൈം എടുത്തു. 2 hours ടൈം ഇത്രയും പൂക്കൾ നന്നായി വൃത്തിക്കിടാൻ സമയമെടുത്തു. ഇനി അപ്പുറമുള്ള ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് അറിയോ? ഒരു 40 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. 40 കുട്ടികളുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് അവർക്ക് ഈ പൂക്കളം നിങ്ങളിട്ട പോലെ തന്നെ ഒരു പൂക്കളം കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് എത്ര ടൈം എടുത്തോളൂ എന്നറിയോ? അവർക്കൊരു ½ an hour എടുത്തോളൂ, അരമണിക്കൂർ എടുത്തോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കുമ്പോൾ, ഇവിടെ നോക്ക്, എവിടെ കുട്ടികൾ കൂടുതൽ? ഇവിടെ കൂടുതൽ, ഇവിടെ കുറവാണ്. ഇനി ഇതിൽ ഏതാ കൂടുതൽ? ഇത് കൂടുതലാണ്, ഇത് കുറവാണ്. അപ്പോൾ നോക്ക്, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറഞ്ഞു, ഇത് കുറഞ്ഞപ്പോൾ ഇത് കൂടി. ഇങ്ങനെ നേരെ ഉൾട്ട, അതായത് ഒന്ന് കൂടാ മറ്റേത് കുറയുക. അങ്ങനെ ആണെങ്കിൽ അത് നമ്മൾ പറയും വിപരീത അനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറയും. ഈ സംഭവം കണ്ടോ? y = kx ആരുടെയാണ്? ഇയാളുടെയാണ്, അതായത് ഡയറക്റ്റ് പ്രപ്പോർഷൻ്റെ ആണ്. y ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡയറക്റ്റ് പ്രപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിൽ ഒരു ഇക്വേഷൻ വേണ്ടേ? യെസ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതാൻ പോണത്. എന്താണെന്നറിയോ? y = k/x. എന്താണ്? y = k/x. ഇവിടെ നമുക്ക് y എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? y = ഈ കോൺസ്റ്റന്റ് k എന്ന് എഴുതാം. എക്സിന് പകരം ഇവിടെ എന്താണെന്ന് പറയുക? ഇൻറ്റു 1/x ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 1/x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഇതെന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്, അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലാണ്. ഇവിടെ എക്സിന്റെ റെസിപ്രോക്കലാണ് നമ്മൾ എടുത്തത്. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം. അത് എക്സ് ഇങ്ങനെയാണെങ്കിൽ 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനെ നേരെ തിരിച്ചിട്ടു അല്ലേ? എക്സിന് ശരിക്കും x/1 ഇടാം. അപ്പോൾ ഇത് x/1, ഇത് x/2, 1/x ഇതിന്റെ റെസിപ്രോക്കലാണ് അല്ലെങ്കിൽ വ്യുൽക്രമമാണ്. ഇവിടെ നമ്മൾ എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ കെ നമ്മൾ എന്തുകൊണ്ട് എന്താ ചെയ്തത്? ഒരു വ്യുൽക്രമം കൊണ്ട് അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഇൻഡു ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ y = k × 1/x അല്ലെങ്കിൽ y = k/x എന്ന് പറയാം. അപ്പോൾ ഡയറക്റ്റ് പ്രപ്പോർഷനും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണോ. ഇനി നമുക്ക് പേജ് നമ്പർ 232 ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾസ് ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ്. വാട്ട് ഈസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്? അതാണ് അതിൽ ഫസ്റ്റിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളോട് എന്താ ഇവിടെ പറഞ്ഞത്? ഇവിടെ ഇക്വിലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ഉണ്ട്, അതിന്റെ ഏരിയ, ആ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്തിനോട് പ്രപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? അതിന്റെ സൈഡിന്റെ സ്ക്വയറിനോട്, വശത്തിന്റെ വർഗത്തിനോട് പ്രപ്പോർഷണൽ അനുപാതത്തിലാണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഞാനിവിടെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്നുണ്ട്. അതായത് ഒരു സമഭുജ ത്രികോണമെന്ന് വിചാരിക്കുക. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ ആയിരിക്കും, ഇവിടെയും എ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെന്താണ്? ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. നമുക്ക് ഏരിയ നമ്മളോട് ഇവിടെ എന്താണ്? നമുക്കറിയാം y = k × x ആണ്. ഇവിടെ yക്ക് പറയുന്നത് ഏരിയ, എക്സിന് പറയുന്നത് ഇതിന്റെ ഒരു സൈഡിന്റെ സ്ക്വയർ. y എന്താണ്? ഇവിടെ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഏരിയ എന്ന് പറഞ്ഞത് എന്തിനോട്? ഈ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ പ്രപ്പോർഷൻ ആണെന്ന് കാണിക്കണം. ഇതിന്റെ സൈഡിന്റെ സ്ക്വയറിനോട് പ്രപ്പോർഷൻ ആണെന്ന് കാണിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓർമ്മയുണ്ടോ? ഓർമ്മല്ലേ? നമുക്കൊന്ന് പൊടി തട്ടി എടുക്കാം, ഒന്ന് ഓർമ്മിക്കാം. ഏരിയ ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. √3/4a². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. മറക്കല്ലേ? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നതിന്റെ അകത്തുള്ള ഏരിയ കാണേണ്ട ഇക്വേഷൻ ആണ് √3/4a². പരപ്പളവ് കാണേണ്ട ഇക്വേഷൻ. ഇനി അപ്പം നമുക്ക് ഇവിടെ ഏരിയ നമ്മൾ എന്താക്കി എടുത്തു? ഇവിടെ ഏരിയ നമ്മൾ y ആക്കി എടുത്തു എന്ന് വിചാരിക്കാം. ഏരിയ എന്താണ്? ഏരിയ എന്നുള്ളത് നമ്മൾ y ആക്കി എടുത്തു. അതുപോലെ നമ്മളോട് എന്താണ്? ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു എന്തിനോടാ പറയുന്നത്? സൈഡിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് സൈഡിന്റെ സ്ക്വയർ
അപ്പോൾ സ്ക്വയർ ഓഫ് സൈഡ് നമുക്ക് വൈ എക്സ് ആക്കി എടുക്കാം. സ്ക്വയർ ഓഫ് സൈഡ് എന്താണ് എടുത്തു, നമ്മൾ എക്സ് ആക്കി എടുത്തു. അതായത് ഇതിന്റെ സ്ക്വയർ ഓഫ് സൈഡ് പറയാൻ എന്താണ് എ സ്ക്വയർ, അതായത് വശത്തിന്റെ വർഗം കേട്ടോ. വശത്തിന്റെ വർഗം നമ്മൾ എന്താണ് എക്സ് ആയിട്ട് എടുത്തു, പരപ്പളവ് വൈ ആക്കി എടുത്തു. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഏരിയ ഈക്വൽ ടു, അതായത് ഏരിയ ഈക്വൽ ടു √3/4 a സ്ക്വയർ. ഇനി നമുക്ക് ഏരിയ നമ്മൾ എന്താ എടുത്തത്, വൈ എടുത്തു. അപ്പോൾ വൈ കൊടുത്തു. സ്ക്വയർ ഓഫ് സൈഡ് ആണ് √3/4 അതുപോലെ എഴുതി. സ്ക്വയർ ഓഫ് സൈഡ് എ സ്ക്വയർ നമ്മൾ എന്തെടുത്തു, എക്സ് എടുത്തു. നമുക്ക് നമ്മുടെ ഈ ഇക്വേഷൻ പോലെ തന്നെ വന്നില്ലേ, y = kx. ഇതാ താഴെ ഇക്വേഷൻ ഇതാ മനസ്സിലാവും, y = kx. വൈക്ക് പകരം y ഉണ്ട്, എക്സിന് പകരം എക്സ് ഉണ്ട്, കെക്ക് പകരം ആരാണ്, √3/4 ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്ര കിട്ടി, √3/4 കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. അപ്പം നമുക്ക് പറയാം ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു സ്ക്വയർ ഓഫ് സൈഡ്സ്. അതായത് സമഭുജ ത്രികോണങ്ങളുടെ പരപ്പളവ് വശത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ് എന്ന് പറയാം. ഇനി അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൂടി നമുക്ക് എഴുതാം. ഇവിടുത്തെ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ഏതായിരിക്കും, ഇവിടെ y എക്സിന്റെ പകരം എക്ക് പകരം എന്താണ് √3/4 ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആനുപാതിക സ്ഥിരം എന്താണ്, √3/4 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. അതിലൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി അത് നോക്കാം. അവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, ആർ ദ ഏരിയ ഓഫ് സ്ക്വയേഴ്സ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയേഴ്സ് ഓഫ് ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ്, ഇഫ് സോ വാട്ട് ഈസ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ സമഭുജ ത്രികോണത്തിന്റെ അല്ലേ ചെയ്ത ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ. ഇവിടെ എന്താണ് സ്ക്വയർ ഉണ്ട്, അതായത് സമചതുരങ്ങളുടെ ഏരിയ അതിന്റെ വശത്തിന്റെ സ്ക്വയർ ഓഫ് ദ സൈഡിന് ഇതിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ പ്രപ്പോർഷണൽ ആണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന്റെ എന്താണ് പ്രത്യേകത, സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ ആണ്, ഈ സൈഡും എ ആണ്, ഈ സൈഡും എ ആണ്. ഇനി നമുക്ക് എന്തറിയണം, നമുക്ക് അറിയേണ്ടത് എന്താണ്, ഒരു സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ അറിയണം. നമുക്ക് എന്താ ഇവിടെ കാണിക്കേണ്ടത്, y = kx എന്നുള്ള ഫോമിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ട ഇക്വേഷനാണ് സൈഡ് ഇൻറ്റു സൈഡാണ്. അതായത് എ സൈഡ് ആകുമ്പോൾ എ സ്ക്വയർ എന്ന് വരും നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഏരിയ എന്ത് കിട്ടി, എ സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ എന്താണ് എടുക്കണം, നമുക്ക് ഈ ഏരിയയും ഈ വശത്തിന്റെ, അതായത് ഈ ഒരു സൈഡിന്റെ സ്ക്വയർ അതിന്റെ വർഗവുമാണ് പ്രപ്പോർഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സും വൈ ഏതാ എടുക്കാൻ നോക്കാം. ഇവിടെ നമ്മൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് y ആക്കി എടുത്തു. അതുപോലെ ഇവിടെ ഈ സൈഡിന്റെ സ്ക്വയർ ഓഫ് സൈഡ് നമ്മൾ എന്തെടുത്തു, എക്സ് ആക്കി എടുത്തു കേട്ടോ. സ്ക്വയർ ഓഫ് സൈഡ് എക്സ് എടുത്തു, അതായത് വശത്തിന്റെ വർഗം. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് y എടുത്തു. ഇനി നമുക്ക് ഏരിയ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ ആണല്ലോ. ഈ ഏരിയ എന്താണ്, y എടുത്തത്. അപ്പോൾ y എടുത്തു ഈക്വൽ ടു എ സ്ക്വയർ എന്താണ്, എക്സ് ആണ്. അയ്യോ, ഇവിടെ y = x ആണ് വന്നത്. നമുക്ക് y = kx അല്ലേ വരേണ്ടത്. അപ്പൊ ഇവിടെ k എവിടെ പോയി, k അവിടെ ഉണ്ട്, k അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. k ആരാന്നറിയോ, ഇത് നമുക്ക് എന്തെഴുതാം, y = 1 × x എന്ന് എഴുതിക്കൂടെ. യെസ്, 1 × x എന്ന് എഴുതാം അല്ലേ. അപ്പൊ നമ്മൾ ഏത് ഫോമിലായി, അപ്പൊ നമ്മുടെ ഈ ഇക്വേഷൻ എന്താ, ഈ y = kx എന്നുള്ള ഫോമിലായില്ലേ. യെസ്, ഇവിടെ 1 × x ആണ്, അപ്പോഴാണ് x ആയത്. 1 × x കാരണം നമ്മൾ 1 ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വൈക്ക് പകരം y ഉണ്ട്, എക്സിന് പകരം എക്സ് ഉണ്ട്, കേക്ക് പകരം ആരുള്ളത് ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്, 1 ആണ്, അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം 1 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ഏരിയ ഓഫ് സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ഓഫ് സൈഡ്. സമചതുരത്തിന്റെ പരപ്പളവ് വശത്തിന്റെ വർഗത്തിന് ആനുപാതികമാണ്. ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്രയാണ്, 1 ആണ്. അപ്പോൾ ഈക്വൽ ടു 1 എഴുതി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, consider all rectangles of area 1 square meter. The length of one side of such a rectangle depends on the length of the other side. Write this relation as an algebraic equation. How do we state it in terms of proportion? അതായത് ഒരു റെക്റ്റാങ്കിൾ പറഞ്ഞാൽ ഒരു ചതുരം, അതായത് അവിടെ എന്താണ് നീളവും വീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു ചതുരം ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് ഇതെന്താണ്, ഇതിൻ്റെ ബ്രെഡ്ത്ത് ആണ്, അതിൻ്റെ വീതിയാണ്. ഇതെന്താണ്, ഇതിൻ്റെ നീളമാണ് അല്ലെങ്കിൽ ലെങ്ത് ആണ് നമ്മൾ പറയില്ലേ. നമ്മൾ ലെങ്ത്തിന് എൽ എന്നും കൊടുക്കാറുണ്ട്, ബ്രെഡ്ത്തിന് വീതിക്ക് ബി എന്നും കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണോ, ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ അത് നമ്മുടെ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരമായി. ഇത് നീളവും വീതിയും
വ്യത്യാസമുള്ള ഒരു ചതുരാണ്, ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇനി നമ്മളോട് എന്താ പറയുന്നത്, ഈ ഒരു ചതുരത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്തുള്ള ഏരിയ, ഇവിടെ നമുക്ക് ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്, 1 സ്ക്വയർ മീറ്റർ, അതായത് 1 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സച്ച് റെക്റ്റാങ്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്. ഈ രണ്ട് സൈഡിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ രണ്ട് സൈഡിലും, ഇവിടെ എന്താ പറഞ്ഞത്, ഒരു മീറ്റർ സ്ക്വയർ, അതായത് 1 മീറ്റർ സ്ക്വയർ ഏരിയ അല്ല, പരപ്പളവുള്ള 1 മീറ്റർ സ്ക്വയർ ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു ചതുരാണിത്. ഇതിൻ്റെ ഈ വശങ്ങളുടെ നീളം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ നീളം മാറുമ്പോൾ ഇതിൻ്റെ നീളം മാറുമോ, അതായത് നമ്മൾ ഇതാണ് കുറയ്ക്കുകയാണ് അപ്പോൾ ഇതിന് വല്ല മാറ്റം വരുമോ, അല്ലെ ഇതാണ് കൂട്ടുകയാണ് അപ്പോൾ ഇതിന് വല്ല മാറ്റം വരുമോ, അതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്, ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ, അതായത് ഏതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയോ, സൈഡ് ഇൻറ്റു, അതായത് ഈ വശം ഇൻറ്റു ഈ വശം, നീളം ഇൻറ്റു വീതി, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇവിടെ നോക്കും, നമ്മൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി. ഇവിടെ എൽ എന്താണ്, നീളം അല്ലെങ്കിൽ ലെങ്ത് ആണ്, ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി ആട്ടോ. അപ്പം നീളം ഇൻറ്റു വീതിയാണ് നമ്മുടെ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 1 മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 1 ചതുരശ്ര മീറ്റർ ആണ് കിട്ടിയിട്ടുണ്ട്. അതായത് എൽ ഇൻറ്റു ബി ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇത് തമ്മിൽ മാറ്റുമ്പോൾ നമുക്കിപ്പോൾ നീളം ഏരിയ 1 കിട്ടണം. ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. ലെങ്ത്ത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 1 കിട്ടണം. അപ്പോൾ നമ്മൾ ഒന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ നമ്പർ എടുക്കാം. 1 ആകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ കൺഫ്യൂഷൻ വരും. ഇപ്പോൾ നമുക്കൊരു ഏരിയ ഒരു 100 മീറ്റർ സ്ക്വയർ ആണ് തന്നത്, 100 ചതുരശ്ര മീറ്റർ ആണ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു അവിടുത്തെ ലെങ്ത്ത് 20 ആണ് പറഞ്ഞു, 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 20 ആകുമ്പോൾ 20 എൽ ഇൻറ്റു ബി 100 ആവണം. അപ്പോൾ ബി ഇവിടെ എത്രയായിരിക്കും, 5 ആയിരിക്കും. എന്നാലാണ് 20 × 5 100 വരിക. അപ്പോൾ ലെങ്ത്ത് 20ഉം ബ്രെഡ്ത്ത് വീതി 5 ആകുമ്പോൾ ഏരിയ 100 ആണ്. ഇനി എന്ത് ചെയ്തു, ലെങ്ത്ത് കുറച്ചും കൂടി കൂട്ടിയിട്ട് 25 ആക്കി. അപ്പോൾ ഏരിയ മാറാൻ പാടില്ല കേട്ടോ, ഏരിയ 100 തന്നെയാണ്. അപ്പോൾ ബ്രെഡ്ത്ത് എത്ര വരും, 25ന്റെ ഏത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 100 വരിക, 4 ആണ് അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ ലെങ്ത്ത് ബ്രെഡ്ത്ത്, ഇതിൻ്റെ ലെങ്ത്ത് 20 ആകുമ്പോൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് 5 ആണ്. ഇവിടുത്തെ ലെങ്ത്ത് 25 ആയപ്പോൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് 4 ആയി. അപ്പോൾ എന്താണ്, രണ്ട് ബന്ധമല്ലേ, ഒന്ന് ഇതുകൊണ്ട് കൂട്ടിയപ്പോൾ ഇത് കുറഞ്ഞു. ഉണ്ടോ, ആദ്യം ഓൾറെഡി ഉണ്ടായിരുന്നത് ഇത് ഇത്തിരി കൂട്ടി, അപ്പോൾ ഇതാണ് കുറഞ്ഞു, അങ്ങനെയല്ലേ വന്നത്. അപ്പോൾ എന്താണ്, ഇവർ തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ഇവിടെ നമുക്കറിയാം എൽ ഇൻറ്റു ബി ഈക്വൽ ടു 1 ആണ്. ഈ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഏരിയ 1 ആണ് തന്നിട്ടുണ്ട്. ഇനി ഈ എല്ലിനെ നമ്മൾ എന്താക്കുക, വൈ ആക്കി എടുക്കുക, ബിക്ക് നമ്മൾ എക്സ് ആക്കി എടുക്കാന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കുള്ളത്, ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ലെങ്ത്തിന് അനുസരിച്ച് മാറുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ലെങ്ത് എൽ ഈക്വൽ ടു, അതായത് ഇവിടെ വൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു 1 അവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വൈ ഈക്വൽ ടു ഇക്വേഷനിലെ നമുക്ക് വേണ്ടത്, നമുക്ക് എപ്പോഴും നമ്മൾ വൈ ഈക്വൽ ടു കെ എക്സ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു കെ ബൈ എക്സ് അങ്ങനെയല്ലേ എഴുതിയത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് വൈ ഈക്വൽ ടു ഈ എക്സ് ഇവിടെ ഇൻറ്റു ചെയ്തത് അത് ഈക്വലിൻ്റെ പിറക്കി പോകുമ്പോൾ എന്താവും, ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഓൾറെഡി ഇവിടെ 1 ഉണ്ട്, ഈ 1 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി, അത് ഹരണായി. എക്സ് ഈക്വൽ വൈ ഈക്വൽ ടു 1/x കിട്ടി. ഇവിടെയാണെങ്കിൽ നമുക്ക് അതുപോലെ എന്താ എഴുതാം, ഇവിടെ എൽ ഈക്വൽ ടു ഈ ബീനെ ഇങ്ങോട്ട് കളയുമ്പോൾ എന്താ 1 ഇവിടെ ഉണ്ട്, ബി ഇവിടേക്ക് പോരുമ്പോൾ ഈ ഇൻറ്റു എന്തായാലും ഡിവിഷൻ ആയി. അപ്പോൾ 1/, ഇത് സെയിം ആണ് കേട്ടോ. അപ്പോൾ എൽ ഈക്വൽ ടു 1/b അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 1/x ആണല്ലോ. നമുക്ക് നമ്മളെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ അല്ലെങ്കിൽ വിപരീത അനുപാതം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, വൈ ഈക്വൽ ടു കെ ബൈ എക്സ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതേ ഫോമിലല്ലേ ഇവിടെ ഉള്ളത്. യെസ്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, വൈ ഈക്വൽ ടു കെ ഇൻറ്റു 1/x. ഇത് രണ്ടും സെയിം ആണ്, കെ ഇൻറ്റു 1 കെ ബൈ എക്സ്. നമ്മൾ അത് ഒന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതി. അപ്പോൾ ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും, എൽ ഈക്വൽ ടു 1 ഇൻറ്റു 1/b എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാം വൈ ഈക്വൽ ടു 1 ഇൻറ്റു 1/x. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതാവുമ്പോൾ ഏതാണിത്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ അല്ലെങ്കിൽ വിപരീത അനുപാതമാണ് അല്ലേ. ഇവിടെ നോക്ക്, എക്സിന്റെ വ്യുൽക്രമമാണ് വന്നത്, അതായത് റെസിപ്രോക്കലാണ് വന്നത് അല്ലേ 1/x. ഇത് ശരിക്കും എന്താണ്, ഇത് y ആണ്, ഇത് k ആണ്, ഇത് 1/x എന്താണ്, എക്സിന്റെ പകരം 1/x വന്നു, അങ്ങനെയല്ലേ വന്നത്. അപ്പോൾ ഇവിടെ y
കെ 1/x. നമുക്കിതാ y k × 1/x അതേ ഫോമിലല്ലേ വന്നത്. അപ്പൊ അത് ഏതാണ്? ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണൽ കോൺസ്റ്റന്റ് എത്രയായിരിക്കും? കെക്ക് പകരം എത്രയാണ്? 1 അല്ലേ. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണൽ കോൺസ്റ്റന്റ് 1 ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. അപ്പോൾ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ പറയാം. നീളവും വീതിയും വിപരീത അനുപാതത്തിലാണ്. ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എത്രയാണ്? നമുക്ക് കേക്ക് പകരം 1 കിട്ടിയപ്പോൾ 1 ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ സൈഡിൽ ഇനി ഇതിൽ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടാണ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.